നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ഈ ആഴ്ച 1201 കുംഭമാസം 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള, അതായത് 2026 ഫെബ്രുവരി മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങൾ. നാം ചർച്ച ചെയ്യുന്ന ഈ വാരത്തിൽ ഗ്രഹസ്ഥിതി എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. മേടൻ രാശിയിൽ ചന്ദ്രനാണ്. അശ്വതി നക്ഷത്രമാകുന്നു നാം ചർച്ച ചെയ്യുന്ന ദിനം. മേടൻ രാശിയിൽ ചന്ദ്രനാകുന്നു, മിഥുനത്തിൽ വ്യാഴം, ചിങ്ങൻ രാശിയിൽ കേതു, 10-ാം ഭാവത്തിൽ മകരത്തിൽ ഉച്ചസ്ഥനായ ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ാം ഭാവത്തിൽ ശനി. ഇവിടെ ഓരോ രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ചർച്ച ചെയ്യുന്നത്. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ, മേടം മുതൽ മീനൻ വരെയുള്ള 12 രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ ശ്രദ്ധിക്കുക. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടൻ രാശിക്കാർക്ക് രാശിയിൽ ചന്ദ്രനാണുള്ളത്. ചന്ദ്രൻ ബലവാനായി ചന്ദ്രൻ നിൽക്കുന്നുണ്ട്. 3-ാം ഭാവത്തിൽ വ്യാഴം, 5-ാം ഭാവത്തിൽ കേതു, 10-ാം ഭാവത്തിൽ രുചക മഹായോഗം ചെയ്ത് ചൊവ്വ, 11-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ബുധൻ, രാഹു, 12-ൽ ശനി. ഇവിടെ മേടത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് രാശിക്കൊരു ബലമാണ്, മേടൻ രാശിക്കൊരു ബലമാണ്. കാരണം ചന്ദ്രനൊരു യോഗകാരകനാണ്. ചന്ദ്രനൊരു അനഭായോഗം പ്രദാനം ചെയ്യുന്നുണ്ട് ശനിക്ക്. ഒരു പ്രഭുത്വം, ധനപരമായ അഭിവൃദ്ധി വരാവുന്ന വാരമാണിത്. അതിന് കാരണം എന്താണ്? പൂർവികമായ സ്വത്ത് വിൽക്കുക, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർക്ക് തങ്ങളുടെ ഭൂമി വിറ്റ് കാശുണ്ടാക്കുക, ഭൂമി സംബന്ധമായ വ്യാപാര വിഷയങ്ങളിൽ പ്രായേണ അനുകൂലമാണ്. അല്ലെങ്കിൽ ആകസ്മികമായ വല്ല ലോട്ടറിയിലേക്ക് വരിക. കാരണം രാശിക്ക് നല്ല ബലമാണ്, ഊർധ്വമുഖ രാശിയാണ്. ഊർധ്വമുഖ രാശി ആരൂഢമായി വരിക. ഇവിടെ ചന്ദ്രനെ അതീവ വസുമദ്യോഗമാണ്. ചന്ദ്രാൽ 11-ാം ഭാവത്തിൽ വസുമദ്യോഗ കർത്താക്കളായി ശുക്രനും ബുധനുമുണ്ട്, 3-ൽ വ്യാഴവുമുണ്ട്. ലഗ്നാൽ അതീവ വസുമൽ, വസുമൽ ശശാങ്കാൽ. അപ്പോൾ ലഗ്നാലോ ചന്ദ്രാലോ എല്ലാ ശുഭഗ്രഹങ്ങളും ഉപജയരാശിയിൽ നിൽക്കുകയാണെങ്കിൽ അതൊരു അതീവ വസുമദ്യോഗമാണ്. അതിനാൽ ആകസ്മികമായ ഭൂമി ലാഭമോ മറ്റ് സാമ്പത്തിക ബെനിഫിറ്റ്സോ ലോട്ടറി ബെനിഫിറ്റോ മേടൻ രാശിക്കാർക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വാരമാണിതെന്നറിയുക. നന്നായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം ചെയ്യുക, കർമ്മമുട്ട് ചെയ്യുക. കർമ്മ തടസ്സങ്ങളൊക്കെ മാറട്ടെ. 10-ൽ നിൽക്കുന്ന ചൊവ്വ ഊർജ്ജസ്വലനായി മുന്നോട്ട് നീക്കുവാനുള്ള അതിശക്തമായൊരു ധൈര്യവും കരുത്തും മേടൻ രാശിക്കാർക്ക് നൽകുന്നുണ്ട്. 10-ൽ നിൽക്കുന്ന ചൊവ്വയാണ്. എടുത്തു ചാടാതെ സാമ്പത്തിക വിഷയത്തിൽ ഉത്തരവാദിത്വത്തോടുകൂടെ ഈ വാരം പ്രവർത്തിക്കുക. വളരെ അനുകൂലമായ ഒരു അവസ്ഥ സംജാതമാകും മേടൻ രാശിക്കാർക്കെന്നറിയുക. ഇവിടെ 7.5 ശനിയുണ്ട്. ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന ശനീശ്വരനെ എല്ലാ ശനിയാഴ്ചയും അയ്യപ്പന് അല്ലെങ്കിൽ ശനീശ്വര സങ്കേതത്തിൽ അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് നെയ്വിളക്ക് സമർപ്പിച്ച് ദുരിതങ്ങളെ മാറ്റിയാൽ ഏറ്റവും നല്ല വാരമാണ് മേടൻ രാശിക്കാർക്ക്. നന്ദി, നമസ്തേ.